സംസ്ഥാനത്തെ സർവകലാശാലകളെ ചാൻസലർ കൂടിയായ ഗവർണർ കാവ്യവൽക്കരിക്കുന്നു എന്നാരോപിച്ചാണ് SFI തിരുവനന്തപുരം യൂണിവേഴ്സിറ്റിയിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. യൂണിവേഴ്സിറ്റി രജിസ്ട്രാറുടെയും ഗവർണറുടെയും വൈസ് ചാൻസലറുടെയും നടപടിയെ ചോദ്യം ചെയ്ത് സർവകലാശാല കവാടം തള്ളിത്തുറന്ന് കയറിയ പ്രവർത്തകർ സെനറ്റ് ഹാളിൽ കടന്നും പ്രതിഷേധമറിയിച്ചു. വൈസ് ചാൻസലറുടെ ഓഫീസിലേക്ക് കടക്കുവാനുള്ള വഴികളെല്ലാം ബലം പ്രയോഗിച്ച് തുറന്നാണ് സമരക്കാർ ഉള്ളിൽ കടന്നത്. ഇതോടെ പോലീസും സമരക്കാരും തമ്മിൽ വാക്കേറ്റവും കയ്യാങ്കളിയുമായി. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന മുറയ്ക്ക് പുറത്തുനിന്ന് കൂടുതൽ പ്രവർത്തകർ എത്തിയതോടെ യൂണിവേഴ്സിറ്റി പരിസരം സംഘർഷഭരിതമായി. ഇതിനിടയിൽ സമരക്കാർക്ക് അഭിവാദ്യമർപ്പിച്ച് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും സ്ഥലത്തെത്തി. VCയുടെ നിലപാട് തെറ്റാണെന്നും സമരം ശക്തമായി തുടരുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള പുറത്തുണ്ട്. അവർ സമരവുമായിട്ട് മുന്നോട്ടേക്ക് പോവുകയാണെന്നാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ആ സമരം ശക്തിയായിട്ട് ഇനിയും തുടരും. ഇപ്പോൾ ഇവിടെ അവസാനിപ്പിക്കുന്നതല്ല സമരം, ഇനിയും തുടരും. ജനാധിപത്യപരമായ രീതിയിൽ പ്രവർത്തിക്കാൻ വൈസ് ചാൻസലർക്കും വൈസ് ചാൻസലർക്കും എല്ലാം സാധിക്കണം. തോന്നിയ പോലെ എന്ത് തോന്നിയാസം കളിച്ചാൽ അതെല്ലാം വിദ്യാഭ്യാസത്തിന്റെ ഭാഗമാണെന്ന് പറഞ്ഞാലും, അതുപോലെ തന്നെ RSSന്റെ തിട്ടൂരമനുസരിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പുറപ്പെട്ടാൽ കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹവും പൊതു ജനാധിപത്യ പ്രസ്ഥാനങ്ങളും ഒന്നും അതിനെ വഴങ്ങിക്കൊടുക്കുന്ന പ്രശ്നമില്ല എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഉന്നത വിദ്യാഭ്യാസ മേഖലയെ സംരക്ഷിക്കാൻ ശക്തമായ സമരപരിപാടികളുമായി തുടർ ദിവസങ്ങളിൽ മുന്നോട്ടു പോകുമെന്ന് SFI നേതാക്കളും വ്യക്തമാക്കി. വളരെ അഭിമാനത്തോടെയാണ് ഞങ്ങൾ ഈ പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുന്നത്. നിങ്ങൾ നോക്കൂ, ഈ കേരളത്തിലെ ജനങ്ങൾ രാഷ്ട്രീയമായി തമസ്കരിച്ച മുന്നണിയാണ് സംഘപരിവാരത്തിന്റെ രാഷ്ട്രീയ മുന്നണി കേരളത്തിൽ. ആ രാഷ്ട്രീയ മുന്നണിക്ക് രാഷ്ട്രീയ പിൻബലമുണ്ടാക്കാൻ വേണ്ടിയാണ് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പുറംവാതിലുകളിലൂടെ നിയമനം നടത്താൻ സംഘികളായ ഗവർണർമാരെ കേരളത്തിനകത്ത് കൊണ്ടിരുത്തുന്നത്. എത്ര മനോഹരമായിട്ടാണ് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം കഴിഞ്ഞ 9 വർഷക്കാലം മുന്നോട്ട് പോകുന്നത്. കേരള യൂണിവേഴ്സിറ്റി NAC അക്രഡിറ്റേഷൻ 9ാമത് വന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മുന്നിൽ വന്നു.
MG യൂണിവേഴ്സിറ്റി മുന്നിൽ വന്നു, ക്യുസാറ്റ് മുന്നിൽ വന്നു. ഇങ്ങനെ കേരളത്തിന്റെ അഭിമാനമായ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർക്കുക എന്നത് രാജ്യം ഭരിക്കുന്ന RSSന്റെ ഉദ്ദേശമാണ്. ഞങ്ങൾ ചോദിക്കുന്നത്, ഈ രാജ്യത്ത് ഒരു മയിൽക്കുറ്റി പോലും ഉണ്ടാക്കാത്ത RSS ഈ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ എന്തിനാണ് തകർക്കുന്നത്? ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിലോ ഈ രാജ്യത്തിന്റെ തന്നെയോ ചരിത്രത്തിൽ ഒരിടവുമില്ലാത്ത RSS വർത്തമാനകാലത്ത് ഈ രാജ്യമുണ്ടാക്കിയ എല്ലാ നന്മകളെയും തകർക്കാൻ ശ്രമിക്കുകയാണ്. 4-5 VC-മാർ സംഘപരിവാരകാരായവർ അവർ കയറിയിരുന്ന് ഈ കേരളത്തിലെ സർവകലാശാലകളിൽ തോന്നിവാസം കാട്ടിക്കൊണ്ടിരിക്കുകയാണ്. KUHSന്റെ VC-യാണ് താൽക്കാലിക VC-ആയി ഈ കേരളത്തെ കൊണ്ട് നിയമിച്ചത്. നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ താൽക്കാലികക്കാരന് താൽക്കാലികക്കാരിയെ വെക്കുന്നത്? ഒരു ചരിത്രത്തിലിടമില്ലാത്ത നിലയിൽ താൽക്കാലികക്കാരനായ ഒരു VC-ക്ക് താൽക്കാലികക്കാരിയായ ഒരു VC-യെ കൊടുത്തിരിക്കുകയാണ്. ചക്കിക്കൊത്ത ചങ്കരിയാണ് RSSകാർ ഇവിടെ കൊണ്ടുവച്ചിരിക്കുന്നത്. എന്താണ് അവരിവിടെ കാണിക്കുന്നത്? ഈ കുട്ടികളുടെ സർട്ടിഫിക്കറ്റുകൾ ഇവിടെ കെട്ടിക്കിടക്കുകയാണ്. വിദ്യാർത്ഥി വിഷയങ്ങൾ VC-യുടെ മേശപ്പുറത്ത് തുറന്ന അടഞ്ഞ കടലാസായി ഫയലുകളായിരിക്കുകയാണ്. അതൊന്നും ഒപ്പിടാൻ അവർക്ക് സമയമില്ല, അതിലൊന്നും തിരിഞ്ഞു നോക്കാൻ അവർക്ക് സമയമില്ല. അവരെന്താ കാട്ടിക്കൊണ്ടിരിക്കുന്നത്? ഉദ്യോഗസ്ഥരെ കൈകാര്യം ചെയ്യുക. ഇവിടെ ആത്മാർത്ഥമായി പണിയെടുക്കുന്ന ഉദ്യോഗസ്ഥരെ പുറത്താക്കി, ഇവിടെ വിദ്യാർത്ഥി വിഷയങ്ങൾക്ക് വേണ്ടി സമരമുയർത്തുന്ന SFI-കാരെ കൈകാര്യം ചെയ്തു. ഇങ്ങനെ ഈ സർവകലാശാലക്കകത്ത് ഇരുന്നു പോകാം എന്നാണ് VC-യും VC-യുടെ രാജാവെന്ന് VC കരുതുന്ന ഗവർണറും വിചാരിക്കുന്നതെങ്കിൽ, പ്രിയപ്പെട്ട VC-മാരെ, പ്രിയപ്പെട്ട ഗവർണർമാരെ, ഇത് കേരളമാണ്, ഓർത്തോളണം എന്ന് പറയാൻ SFI ആഗ്രഹിക്കുകയാണ്. വാർത്താ കേരളം, തിരുവനന്തപുരം.